ഞാൻ ശരണ്യ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ, കുറേ നാളത്തേക്ക് ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് വെച്ചാൽ സംഭവം എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടാണ് ഞാൻ കുറേ നാളെ റെസ്റ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡെങ്കിപ്പനി വന്നു വെച്ചാൽ ആദ്യം എനിക്ക് കാലൊക്കെ ഭയങ്കര പെയിനായിരുന്നു. ആദ്യത്തെ ദിവസം കാല് ഭയങ്കര പെയിനായിരുന്നു. കാലൊക്കെ പൂറ്റിയൊക്കെ തറ ഊന്നാൻ പറ്റാത്ത വിധം അങ്ങ് പെയിൻ വന്നു കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനിച്ചു തുടങ്ങി. പനിച്ച് കാലൊക്കെ ഭയങ്കര വേദന. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ ഈ ഡെങ്കിപ്പനി ആണെന്നുള്ളത്. അപ്പോൾ കാലൊക്കെ വേദന വന്നിട്ട് അനക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ തന്നെ കരയാൻ തുടങ്ങി. അയ്യോ, ഈ പോളിയോ വന്ന് കാലൊക്കെ തളർന്നു പോകുന്നതാണോ, അങ്ങനെയൊക്കെ വിളിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ കാലൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ പനിയെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് സഹിക്കാൻ വയ്യാത്തത് ഈ കാല് രണ്ടും കടുത്ത വേദനയും നീരുമാണ്. കാല് നമുക്ക് തറയിൽ ഊന്നാൻ പറ്റില്ല. നമുക്ക് നടക്കണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഒരു ഊന്നുവടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് വായൊക്കെ പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ വിശപ്പൊന്നും ഉണ്ടാവില്ല. എന്നാൽ നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണം, എന്നാൽ കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പ്രധാനം ഈ കാലുവേദന നമുക്ക് പെട്ടെന്നൊന്നും മാറില്ല കേട്ടോ. ഇപ്പോൾ കൂടി നമുക്കൊരു 1.5 മാസം കഴിഞ്ഞിട്ട് കൂടി ഭയങ്കര കാലുവേദനയൊക്കെയാണ് ക്രമേണ മാറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ.